Dear students, we can discuss the 20th question of NCERT exercise. Here, figure gives the displacement time plot of a particle executing one-dimensional simple harmonic motion. You will learn about this motion in more detail in chapter 14. Give the signs of position, velocity, and acceleration of the variables at a time t equal to 0.3 second, 1.2 second, and to minus 1.2 second. സോ നമുക്ക് ആദ്യത്തെ കേസ് നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ടൈം 0.3 സെക്കൻഡ് ആയിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സോ ദിസ് ഈസ് 0, ദിസ് ഈസ് 1. സോ അതിൻ്റെ ജസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇത് 0.5 എന്ന് പറയുന്ന പൊസിഷൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്കത് 0.3 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് ദ പോയിന്റ് വി ഹാവ് ടു കൺസിഡർ ആസ് 0.3 സെക്കൻഡ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട പൊസിഷൻ്റെ കാര്യമാണ്. പൊസിഷൻ്റെ സൈനാണ് വേണ്ടത്. നമുക്കറിയാം അത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഈ ഒരു പൊസിഷൻ ആയിരിക്കും ഉറപ്പിക്കാൻ നമുക്ക് അത് x1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അടുത്ത് വേണ്ടത് നമുക്ക് അതിൻ്റെ വെലോസിറ്റിയുടെ കേസാണ്. അപ്പോൾ നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ലോപ്പ് കൺസിഡർ ചെയ്തിട്ടാണ്, അല്ലേ? സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. സോ ആ പൊസിഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഉറപ്പിക്കാം നമുക്ക് ആ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അല്ലേ? സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവായി. ഇനി വേണ്ടത് നമുക്ക് ആക്സിലറേഷനാണ്. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ രണ്ട് പൊസിഷൻസിലെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ 0.3 സെക്കൻഡിൽ നിന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദിസ് പോയിന്റ് എന്ന് വെച്ചാൽ 0.5 സെക്കൻഡിലേക്ക് എത്തുന്ന സമയമാകുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇഫ് യു ജസ്റ്റ് കൺസിഡർ ദ സ്ലോപ്സ് ഫ്രം time t equal to 0.3 seconds to 0.5 second, that is slope is decreasing. Slope is decreasing. That means വളരെ വ്യക്തതയോടെ നമുക്ക് പറയാം that is under retardation. Retardation എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് പറയാം the direction of that acceleration should be opposite to the direction of motion or the velocity. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. സോ സ്ലോപ്പ് നമുക്ക് 0യിലേക്ക് എത്തുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ദ ബോഡി ഈസ് അണ്ടർ റിട്ടാർഡേഷൻ. അതുകൊണ്ട് തന്നെ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ദി വെലോസിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ്റെ സൈൻ എന്ന് പറയുന്നത് ഉറപ്പിച്ച് നമുക്ക് പറയാം പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞു. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. സോ അവിടെ പറയുന്ന സമയം എന്ന് പറയുന്നത് ദ സെക്കൻഡ് വൺ ആസ് ടൈം ടി ഈസ് ഈക്വൽ ടു 1.2 സെക്കൻഡ്. അപ്പോൾ 1.2 എന്ന് പറയുമ്പോൾ അറൗണ്ട് നമുക്കറിയാം ഇത് എക്സാക്ട്ലി ഹാഫ് എടുക്കുമ്പോൾ അത് 1.5 ആയി. സോ നമുക്കത് ഈ ഒരു പൊസിഷനാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ആ സമയം എന്ന് പറയുന്നത് 1.2 സെക്കൻഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് പൊസിഷനാണ്. സോ നമുക്ക് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എടുത്താൽ ഇത് നമുക്ക് x2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ച് അതിൻ്റെ സൈൻ നമുക്ക് പറയാം പോസിറ്റീവ് വാല്യൂ ആണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അടുത്ത് വേണ്ടത് നമുക്ക് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി കൺസിഡർ ചെയ്യാൻ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് അവിടുത്തെ സ്ലോപ്പാണ്. അപ്പോൾ ആ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ സ്ലോപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ആ ഒരു പോയിന്റുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടുത്തത് ടാൻ θ2 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു അക്യൂട്ട് ആംഗിൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാം വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ്
ഡയറക്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷനെ പറ്റിയാണ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അതിന് മുന്നോട്ടുള്ള മൂവ്മെൻറ്റിൽ ഒരു പൊസിഷൻ കൂടി എടുക്കാം. ഈ ഒരു പൊസിഷൻ നമുക്ക് എടുക്കാം, ഈ പൊസിഷൻ. അപ്പോൾ ഈ പൊസിഷൻ വരുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് എത്രയാണ്? സേ ദിസ് പോയിന്റ് കറസ്പോണ്ട്സ് ടു 1.5. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ പൊസിഷൻ x3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പോയിന്റുമായിട്ടുള്ള കൺസിഡർ ചെയ്യുന്ന സ്ലോപ്പ് എടുക്കുമ്പോൾ അവിടുത്തെ 0 ആയിട്ട് മാറും. അവിടുത്തെ സ്ലോപ്പ് at the point of 1.5 second is 0. So when the body moves from x2 to x3, the slope is decreasing. So surely we can say the body is under retardation. The body is a retardation. അപ്പോൾ അവിടെ ഉറപ്പിച്ച് പറയാം that the direction of acceleration, the acceleration is opposite to the direction of velocity. ഇപ്പോൾ വെലോസിറ്റിയുടെ പോസിറ്റീവ് ഡയറക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ദ വൺ ഡയമെൻഷണൽ ബേസ് ചെയ്തിട്ട് നമുക്ക് SHMന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കേസിലേക്ക് നമുക്ക് ഡീൽ ചെയ്യാം. അവിടുത്തെ സമയം എന്ന് പറയുന്നത് -1.2 ആയിട്ട് മാറുകയാണ്. ടൈം എന്ന് പറയുന്നത് 1.2. അപ്പോൾ -1.2. ഇതാണ് നമുക്ക് പൊസിഷൻ പറഞ്ഞിരിക്കുന്ന 1 ആണ്. അപ്പോൾ അവിടുത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് എറൗണ്ട് ഈ പൊസിഷൻ ആയിരിക്കും. നമുക്കതിനെ ഈ പൊസിഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കതിനെ x4 എന്ന് നമുക്ക് വിളിക്കാം. x4 എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് x4ൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് വേണ്ടത് വെലോസിറ്റി. അപ്പോൾ അവിടുത്തെ നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് ആ പോയിന്റുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യാണ് അറ്റ് 4, ദ വെലോസിറ്റി അറ്റ് 4. അവിടെയും നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് അക്യൂട്ടായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അത് മൂവ് ചെയ്യുന്ന പൊസിഷനിലുള്ള മറ്റൊരു പൊസിഷൻ കൂടെ നമുക്ക് എടുക്കാം. തൊട്ടടുത്ത പൊസിഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? The slope goes on increasing. That is very important. Slope goes on increasing. എന്ന് പറയുമ്പോൾ അവൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഉറപ്പിച്ച് നമുക്ക് പറയാം പോസിറ്റീവായിട്ട് മാറുകയാണ്. അപ്പം വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഹിയർ the slope is increasing and hence that acceleration got the same direction as that of velocity, same direction as that of velocity. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാം. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം x നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് a sin omega t. അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആയിട്ട് നമ്മൾ എടുത്താൽ അവിടെ കിട്ടുന്ന ഒരു വാല്യൂ ആണ് a omega cos omega t എന്ന് പറയുന്നത്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് a omega square sin omega t എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും -a omega square minus omega square x. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലൊരു മൈനസ് സൈനിൻ്റെ
ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. 180 ഡിഗ്രി ഡിഫറൻസ് വരുമെന്നുള്ള കാര്യം. ഇത് നമ്മൾ 14ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ് കൺസെപ്റ്റ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് വെരി ഗുഡ്. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.